ബ്രഹ്മാണ്ഡ സിനിമ എമ്പുരാൻ റീകോൾ ചെയ്തിരിക്കുകയാണ്. സാധാരണ കാറുകൾ ഇറക്കിയ ശേഷം സാങ്കേതിക തകരാറുകൾ കാണുമ്പോൾ ഇറക്കിയ അത്രയും കാറുകൾ കമ്പനികൾ തിരികെ വിളിക്കാറുണ്ട്. അതുപോലെ എമ്പുരാൻ എല്ലാ തിയേറ്ററുകളിൽ നിന്നും ലോകത്തെവിടെയൊക്കെ രാജ്യത്തിന് പുറത്ത് വിതരണം ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം റീകോൾ ചെയ്യുകയാണ്. എമ്പുരാൻ സിനിമ റീ എഡിറ്റ് ചെയ്യും, പുതിയ പതിപ്പിറക്കും. ദേശവിരുദ്ധമായ എല്ലാ ഭാഗവും എമ്പുരാനിൽ നിന്ന് വെട്ടിമാറ്റിക്കളയും എന്ന വാർത്ത കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ആദ്യം ആ വാർത്ത പുറത്തുവിട്ടത് കർമ്മ ന്യൂസ് ആണ്. അതിനെ തുടർന്ന് ബിഗ് ബ്രേക്കിംഗ് വാർത്ത വന്നിരുന്നു. നിർമ്മാതാവ് വാർത്ത സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. കർമ്മയുടെ ആ വാർത്ത ജനലക്ഷങ്ങളാണ് ഏറ്റെടുത്തത്. ജനങ്ങളുടെ ദേശവികാരത്തിന് മുന്നിൽ ഈ നിഗൂഢ സംഘം പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാന്റെ റീ എഡിറ്റിംഗ്. മോഹൻലാൽ എന്ന വലിയ നടന്റെ കരിയറിലും ഗോകുലം ഗോപാലൻ എന്ന രാജ്യത്തെ വലിയ വ്യവസായിയുടെ കരിയറിലും ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഒരു അടിയാണ് ജനം കൊടുത്തിരിക്കുന്നത്. എത്ര വലിയ നടനാണെങ്കിലും എത്ര വലിയ വ്യവസായിയാണ് എങ്കിലും ദേശവിരുദ്ധത കാണിച്ചിട്ടുണ്ട് എങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ജനങ്ങൾ നേതാക്കൾ ആരുമില്ലാതെ ഇറങ്ങി ഒരു സിനിമയെ തിരുത്തുക, പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമ തുടർന്ന് തിരികെ വിളിക്കുക, അതും വലിയൊരു വ്യവസായി നിർമ്മാണം നടത്തുന്നത് തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നു. അത്തരം വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രേക്ഷകരിൽ, മലയാള സിനിമാ പ്രേക്ഷകരിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യസ്നേഹികളുടെ വികാരം അത് അത്ര ശക്തമാണ്. പേട്രിയോട്ടിസം അത് അത്ര കരുത്താർജിച്ചതാണ്. അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ മോഹൻലാൽ എന്നല്ല ഒരു നടന്റെയും പ്രതാപം തലപൊക്കുകയില്ല. ഒരു വ്യവസായിയുടെയും പണത്തിന്റെ അഹങ്കാരവും തലപൊക്കില്ല. മഹാനടന്മാരുടെ സാമ്രാജ്യവും വ്യവസായികളുടെ സാമ്രാജ്യവും നിലംപൊത്താൻ ഇത്തരത്തിലുള്ള ജനവികാരം മതിയാകും. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ റീ എഡിറ്റ്. തന്റെ കരിയറിൽ എല്ലാവരും തനിക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുമെന്ന മോഹൻലാലിന്റെ ആ ഒരു തലക്കനം, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്ടർ എന്ന് സ്വയം വിളിച്ചു പുകഴ്ത്തി സ്വയം മുഖസ്ഥിതി പറഞ്ഞ് സ്വന്തമായി കെട്ടി എഴുന്നള്ളിക്കുന്ന ആ കംപ്ലീറ്റ് ആക്ടർക്ക് കിട്ടിയ പ്രഹരവും കൂടിയാണിത്. പണത്തിന് മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്നുള്ള ഗോകുലം ഗോപാലൻ എന്ന ചിട്ടി മുതലാളിക്ക് കിട്ടിയ അടി കൂടിയാണിത്. എമ്പുരാൻ എന്ന ഈ ബ്രഹ്മാണ്ഡ സിനിമയുടെ ആഘോഷിച്ച് പുറത്തിറക്കിയ എമ്പുരാൻ എന്ന സിനിമയുടെ പിന്നിൽ ഒളിച്ചിരുന്ന ചതി എന്താണ് എന്ന് പുറത്തു വന്നപ്പോൾ ജനങ്ങളുടെ ദേശവികാരം, സാധാരണക്കാരൻ്റെതടക്കമുള്ള ദേശവികാരം ഉണരുകയായിരുന്നു. ആ ദേശവികാരത്തിന് മുന്നിൽ ഇവർ മുട്ടുകുത്തുകയായിരുന്നു ഇതിന്റെ ഒരു റീ എഡിറ്റിലൂടെ. സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്ത പലതും തിയേറ്ററിൽ പോയ സാധാരണക്കാരായ ജനത്തിന് കാണാൻ സാധിച്ചു. മോഹൻലാലിനും ഗോകുലം ഗോപാലനും പറയാൻ അറയ്ക്കുന്നത് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് സത്യം. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയും ഒക്കെയാണ് സിനിമാ തിയേറ്ററിൽ ഗോപാലനും ലാലും എത്തുന്നത്. സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലനെയും ലാലിനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ ചിലർ ചെയ്തത് എന്ന ചോദ്യം സമൂഹത്തിലുണ്ട്. പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന ആരോപണങ്ങളുണ്ട്. ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതണം. സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സിനിമാ ലോകം ചവറ്റുകൊട്ടയിൽ എറിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാനെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ഈ പുതിയ സംഭവം. മലയാള സിനിമാ ലോകത്തെ ഈ പുതിയ സംഭവം. ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വെക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ ഒരു സിനിമയ്ക്ക് കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്നേക്കുമായി ആ കളികൾ അവസാനിപ്പിക്കുകയും ചെയ്യും. പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയും ആണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. NIA പോലുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയാണ് എന്ന് വിശ്വസിക്കാനാകില്ല. അതൊരു കുൽസിത പ്രവർത്തനം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു വിവരണത്തോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യവുമല്ല. തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെ ഗൂഢാലോചകരുടെയും ചില സ്ഥാപിത ലക്ഷ്യങ്ങളാണ് അത്തരം ഒരു ഭീഷണിയിലൂടെ പുറത്തു വന്നത്. എന്തായാലും ആ ഒരു ഭീഷണിക്കൊക്കെ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇത്രയും കാശ് ചിലവഴിച്ച് നിർമ്മിച്ച ബ്രഹ്മാണ്ഡ സിനിമയായ എമ്പുരാൻ എന്ന ചിത്രത്തിനെ റീ എഡിറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്, ആ ഒരു ഗതികേട് ഈ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ ആരായാലും, അവർ എത്ര കൊല കൊമ്പന്മാരായാലും അവരെ മുട്ടുകുത്തിച്ചിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എമ്പുരാന്റെ ഈ മുട്ടുകുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.